Hi friends, welcome to my channel Disha Malayali YouTube. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് പല്ലുകളിൽ ഉണ്ടാകുന്ന മഞ്ഞ നിറം എങ്ങനെ മാറ്റിയെടുക്കാം. അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ നിങ്ങൾ ഇതിനു വേണ്ടിയിട്ടുള്ള ഒരുപാട് റെമഡീസ് യൂട്യൂബിലും ഒക്കെ കണ്ടിട്ടുണ്ടാവും. അതായത് ബേക്കിംഗ് സോഡയൊക്കെ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ എന്തായാലും ആ ഒരു റെമഡി നിങ്ങൾക്ക് വേണ്ടിയിട്ട് റെക്കമെൻഡ് ചെയ്യുന്നില്ല. കാരണം ബേക്കിംഗ് സോഡ പല്ലുകൾക്ക് അത്ര നല്ലൊരു സാധനമല്ല. അപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്ന റെമഡി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. എനിക്ക് 100% ഉറപ്പുള്ളതാണ്. 100% നാച്ചുറൽ ആണ്. യാതൊരു സൈഡ് എഫക്റ്റും ഉണ്ടാകാത്തതാണ്. അപ്പൊ ഞാനിവിടെ 2 റെമഡീസ് ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പൊ ഈ 2 റെമഡീസിലും ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ നമ്മുടെ കിച്ചണിൽ നമുക്ക് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ്. പിന്നെ യാതൊരു സൈഡ് എഫക്റ്റും ഉണ്ടാകില്ല. 100% നാച്ചുറലുമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുന്നേ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ തൊട്ടടുത്തൊരു കൊച്ചു ബെലൈക്കൺ വരും, അതുകൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ പുതുതായിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. റെമഡിയിലേക്ക് പോകുന്നതിന് മുന്നേ പല്ലുകൾക്ക് ഉണ്ടാകുന്ന ഈ ഒരു കളർ വ്യത്യാസം ഉണ്ടാകാനായിട്ടുള്ള കാരണങ്ങൾ എന്തെല്ലാമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഒരു കാരണം എന്ന് പറയുന്നത് പുകവലിയാണ്. അപ്പോൾ സിഗരറ്റ്സിലൊക്കെ അടങ്ങിയിട്ടുള്ള നിക്കോട്ടിൻ എന്ന് പറയുന്ന ഒരു പദാർത്ഥം നമ്മുടെ ഇനാമലിനെയൊക്കെ നന്നായിട്ട് കേടുപാട് വരുത്തും. അങ്ങനെ പല്ലിൻ്റെ കളറൊക്കെ മാറാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഒന്നാമത്തെ കാരണം പുകവലിയാണ്. രണ്ടാമത്തെ ഒരു കാരണം എന്ന് വെച്ചാൽ നമ്മൾ കഴിക്കുന്ന ഫുഡാണ്. അതായത് ഒരുപാട് കടുപ്പം കൂടിയ ചായ, കോഫി ഇതൊക്കെ കുടിക്കുക. അതുപോലെ തന്നെ മധുരം കൂടുതലായിട്ട് കഴിക്കുക, ചോക്ലേറ്റ്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൂടുതലായിട്ട് കഴിക്കുക. അതുപോലെ തന്നെ ചൂടോടെ തന്നെ ആഹാരം കഴിക്കുന്നത് നമ്മുടെ പല്ലുകൾക്ക് ഭയങ്കര കേടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഒരുപാട് ഇങ്ങനെ ചൂടോടെ തന്നെ നമ്മൾ ആഹാരം കഴിക്കാതിരിക്കുക. അതുപോലെ തന്നെ മറ്റൊരു കാരണം എന്ന് വെച്ചാൽ കാൽഷ്യത്തിന്റെ കുറവ് മൂലവും പല്ലിന് കളറ് മങ്ങാനും അതുപോലെ തന്നെ പല്ല് പൊടിഞ്ഞു പോകാനും ഒക്കെ സാധ്യതയുണ്ട്. അത് കാരണം കാൽഷ്യം ധാരാളം അടങ്ങിയ ഫുഡ് കഴിക്കുക. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പ്രായം കൂടുമ്പോൾ പല്ലിന്റെ കളറ് മങ്ങുന്നത് സ്വാഭാവികമാണ്. അപ്പോൾ കളറ് മങ്ങുന്നത് മാത്രമല്ല, നമ്മുടെ ഈ ഒരു താഴത്തെ ഈ ഒരു പല്ലിന്റെ നിരയുണ്ടല്ലോ, അവിടെയായിട്ട് ഇങ്ങനെ കറ പിടിച്ചതുപോലത്തെ ഒരു പ്രശ്നം വരാറുണ്ട് മിക്ക ആൾക്കാർക്കും. എനിക്ക് തോന്നുന്നു ഒരു 25 വയസ്സ് കഴിയുമ്പോഴേ അത് പലർക്കും അത് വന്നു തുടങ്ങാറുണ്ട്. അപ്പോൾ അതും ഒരു കാരണമാണ് പ്രായം കൂടുമ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങൾ വരുന്നത്. പ്രായം കൂടുമ്പോൾ നമ്മുടെ പല്ലിന്റെ ഇനാമലിന്റെ കട്ടി കുറയും. അങ്ങനെയാണ് ഈ ഒരു കളർ ചേഞ്ച് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി നല്ല രീതിയിൽ പല്ലുകൾ സംരക്ഷിക്കുകയാണെങ്കിൽ ഇനി അങ്ങോട്ടുള്ള കാലത്തും നമ്മുടെ പല്ലുകൾക്ക് യാതൊരു പ്രശ്നവും വരാതെ നമുക്ക് നോക്കാനായിട്ട് പറ്റും. ഇനി ഞാൻ ചെയ്ത് നോക്കാറുള്ള ഇഫക്റ്റീവായിട്ടുള്ള 2 ഹോം റെമഡീസ് ആണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഒന്നാമത്തെ റെമഡി എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 2 ഇൻഗ്രീഡിയൻസ് ആവശ്യമുള്ളൂ. ഒന്ന് പുളി, രണ്ടാമത്തേത് ഉപ്പ്. അപ്പോൾ ഈ 2 സാധനങ്ങൾ മതി നമുക്ക് ഇതുണ്ടാക്കാനായിട്ട്. അപ്പോൾ കുറച്ച് പുളി എടുക്കുക. നമ്മുടെ പല്ലിൽ തേക്കാൻ ആവശ്യമായിട്ടുള്ള എത്ര ക്വാണ്ടിറ്റി നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം. കുറച്ച് പുളി എടുക്കുക. അതിൽ 1-2 നുള്ള് ഉപ്പ് കൂടെ ചേർത്ത് നല്ലോണം മിക്സ് ചെയ്യുക. എന്നിട്ട് അത് വെച്ചിട്ട് നമ്മുടെ പല്ലുകളിൽ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഒരു 2-3 മിനിറ്റ് മസാജ് ചെയ്ത് കൊടുക്കുക. മൊത്തത്തിൽ ഒരു 5 മിനിറ്റ് അത് നമ്മുടെ ടീത്തിൽ തന്നെ വെച്ചിരിക്കുക. 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അത് വാഷ് ചെയ്ത് കളയുക. അപ്പം തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു റിസൾട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ പണ്ടൊക്കെ ഈ നിലവിളക്കൊക്കെ തേച്ച് കഴുകാൻ വേണ്ടിയിട്ട്, അതായത് അതിനകത്ത് ഈ നമ്മൾ ഈ എണ്ണയൊക്കെ ഒഴിച്ച് അതും അതിൻ്റെ കറയും ഒക്കെ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ പുളി വെച്ചിട്ട് നന്നായിട്ട് തേച്ച് ഉരച്ച് വെക്കാറുണ്ട് അല്ലേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അത് വാഷ് ചെയ്യുമ്പോഴത്തേക്ക് നല്ല തിളക്കത്തോടെ നിലവിളക്ക് ഇരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ പണ്ട് അമ്മമാരൊക്കെ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അത് തന്നെയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്, പുളി. അപ്പോൾ പല്ലിൽ യൂസ് ചെയ്താൽ എന്തായിരിക്കും റിസൾട്ട്? ചെയ്ത് നോക്കൂ. ഇത് യാതൊരു സൈഡ് എഫക്റ്റും ഉണ്ടാകില്ല. 100% നാച്ചുറൽ ആണ്. ഇത് ആഴ്ചയിൽ 1-2 തവണ മാത്രം ചെയ്താൽ മതി. ഈ ഒരു റെമഡി തന്നെ, അതായത് ഈ പുളിയുടെ റെമഡി തന്നെ നമ്മൾ നേരത്തെ പണ്ട് ഫേസിൽ ബ്ലീച്ച് എന്ന് പറഞ്ഞിട്ടൊരു പാക്ക് ചെയ്തിട്ടുള്ള നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അപ്പോൾ അതേമാതിരി കുറച്ച് തിക്കായിട്ട് വെള്ളമൊക്കെ ചേർത്ത് പിഴിഞ്ഞെടുത്തിട്ട് വേണമെങ്കിൽ ബ്രഷ് വെച്ചിട്ട് നിങ്ങൾക്കത് ടീത്തിലേക്ക് അപ്ലൈ ചെയ്ത് വേണമെങ്കിലും കൊടുക്കാം. ഇനി രണ്ടാമത്തെ റെമഡി എന്താണെന്ന് നോക്കാം. അപ്പം ഇതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഒന്നാമത്തേത് പച്ചമഞ്ഞളാണ്. രണ്ടാമത്തേത് വെളിച്ചെണ്ണ, നല്ല പച്ച വെളിച്ചെണ്ണ.
അപ്പോൾ കുറച്ചൊരു 1/2 ടേബിൾ സ്പൂണോ അങ്ങനെ കുറച്ച് പച്ചമഞ്ഞൾ എടുക്കുക. അതിനകത്തേക്ക് അത് ജസ്റ്റ് പേസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ബ്രഷ് ഉപയോഗിച്ചിട്ട് നമ്മുടെ ടീത്തിൽ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പം നിങ്ങൾ വിചാരിക്കും മഞ്ഞപ്പൊടിയല്ലേ, ഇത് കഴുകി കളയുമ്പോഴത്തേക്കും പല്ല് മഞ്ഞായിട്ടിരിക്കില്ലേ? ഒരിക്കലും ഇല്ല, അങ്ങനെയൊന്നും സംഭവിക്കില്ല. ഞാൻ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളിപ്പോൾ എൻ്റെ പല്ല് മഞ്ഞായിട്ടല്ലേ കാണൂ. അപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ധൈര്യമായിട്ട് യൂസ് ചെയ്തോ. ഇതും ഭയങ്കര എഫക്റ്റീവാണ്. നമുക്ക് അപ്പം തന്നെ റിസൾട്ട് കാണാനായിട്ട് പറ്റും. ഇതും യാതൊരു സൈഡ് എഫക്റ്റും ഇല്ല. 100% നാച്ചുറലുമാണ്. അതുപോലെ തന്നെ മഞ്ഞൾ നമ്മുടെ പല്ലിലും അതുപോലെ തന്നെ മോണയിലും ഒക്കെ ഉള്ള ബാക്ടീരിയയൊക്കെ നശിപ്പിക്കാനായിട്ട് വളരെയധികം നല്ലതാണ്. അപ്പോൾ അതുപോലെ തന്നെ പല്ലിന് നല്ല നിറം കൊടുക്കാനും ഈ മഞ്ഞൾ വളരെയധികം നല്ലതാണ്. അപ്പോൾ ഈ 2 റെമഡിയും ആഴ്ചയിൽ 1-2 തവണ മാത്രം യൂസ് ചെയ്താൽ മതി. ഇപ്പം നിങ്ങൾ ആഴ്ചയിൽ ഇങ്ങനെ 2 തവണ 1 മാസം നിങ്ങൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പല്ലുകളുടെ വ്യത്യാസം നിങ്ങൾക്ക് അത്രയും നന്നായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. നല്ല മുല്ലപ്പൂവിൻ്റെ നിറവും പല്ലുകൾ. ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് എൻ്റെ അടുത്ത് റിസൾട്ട് പറയണം. ഇനി നിങ്ങളെല്ലാവരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും, ഇത് കുട്ടികൾക്ക് യൂസ് ചെയ്യാമോ എന്നല്ലേ? കുട്ടികൾക്ക് യൂസ് ചെയ്യാം, യാതൊരു കുഴപ്പമില്ല, യാതൊരു സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല. ധൈര്യമായിട്ട് യൂസ് ചെയ്തു. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ഇടാനും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.